തുടങ്ങാം. തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മള് കേരളത്തിലെ നദികളാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, എന്നാലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. നീളം 244 എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ശിവഗിരി കോട് ശിവഗിരി ശിവഗിരി മല, പെരിയ ശിവൻ. ഓക്കെ, ഭാരതപ്പുഴയാണെങ്കിൽ ഭാരമുള്ള ആനമല. ഓക്കെ, അടുത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. എത്ര നദികൾ? 12 നദികൾ. അപ്പൊ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ അത് ആ കബനി, ഭവാനി, പാമ്പാറിലെ ഏറ്റവും നീളം കൂടിയത് കബനി. അതിലെ ഏറ്റവും നീളം കുറഞ്ഞത് പാമ്പാർ. അതിന്റെ ഓർഡർ തന്നെയാണ് അതിന്റെ വലിപ്പം വരുന്നത്, വലുത് ചെറുത്. ഓക്കെ, അടുത്ത് ആകെ നദികൾ നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41. ഓക്കെ, അടുത്ത ഏറ്റവും കൂടുതൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി പെരിയാർ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി ഭാരതപ്പുഴ. അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതി ഏതാന്ന് വെച്ചാൽ ഭാരതപ്പുഴയും. ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പെരിയാറാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള ജില്ല തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള ജില്ല ചോദിച്ചാൽ തൃശ്ശൂർ. ഓക്കെ, അടുത്ത ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഓക്കെ, പെരിയാർ ഒഴുകുന്ന ജില്ലകൾ എറണാകുളം, ഇടുക്കി. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ എറണാകുളം, ഇടുക്കി. ഓക്കെ, ഇടുക്കി, എറണാകുളം. കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി. കൗഡില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി. ഓക്കെ, അടുത്ത് ശങ്കരാചാര്യരുടെ കൃതികൾ പെരിയാറിൽ അറിയപ്പെടുന്നത് പെരിയാർ അറിയപ്പെടുന്നത് പൂർണ്ണ. ശങ്കരാചാര്യരുടെ കൃതികളിൽ പെരിയാർ അറിയപ്പെടുന്നത് പൂർണ്ണ. അടുത്ത ശ്രദ്ധിച്ചോ, റാങ്ക് മേക്കിംഗ് ചോദ്യം. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് ഏത് പേരിൽ? പുതുവെപ്പ്. ഓർത്തു വെച്ചോണം, 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് പുതുവെപ്പ്. ഓക്കെ, പുതുവെപ്പ് ഓർത്തു വെക്കുക. ഓക്കെ, കൺഫ്യൂഷൻ വരുന്ന ഒന്നുകൂടെ പറയാം. ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള ജില്ല തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള ജില്ല തൃശ്ശൂർ. ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഭാരതപ്പുഴ. ജലവൈദ്യുത പദ്ധതി പെരിയാർ. ജലവൈദ്യുത പദ്ധതി പെരിയാർ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി, എറണാകുളം. കൗഡില്യ അർത്ഥശാസ്ത്രം പെരിയാർ അറിയപ്പെടുന്നത് ചൂർണി. ശങ്കരാചാര്യരുടെ കൃതിയിൽ പെരിയാർ അറിയപ്പെടുന്നത് പൂർണ്ണ. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് പുതുവെപ്പ്. ഓക്കെ, ശ്രദ്ധിച്ചോ. മംഗലംപുഴ, മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ അറിയപ്പെടുന്ന പെരിയാർ വേർപിരിയുന്ന സ്ഥലം മംഗലംപുഴ, മാർത്താണ്ഡപ്പുഴ. ആലുവ ഏത് ജില്ല? എറണാകുളം. എറണാകുളം. കേരളത്തിൽ ഗോത്തുരുത്ത്, വലിയ പണിക്കർ തുരുത്ത് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം, ഗോത്തുരുത്ത്, വലിയ പണിക്കർ തുരുത്ത് എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ഏത് നദി എന്ന് വെച്ചാൽ പെരിയാറാണ്. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധിച്ചോണം, ഗോത്തുരുത്ത്, വലിയ പണിക്കർ തുരുത്ത്. ഓക്കെ, ഉളിയന്നൂർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാറാണ്. ഉളിയന്നൂർ ദ്വീപ് ഏത് ദ്വീപാണ്? ഉളിയന്നൂർ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ പെരിയാറാണ്. ഉളിയന്നൂർ ദ്വീപ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. എത്ര കിലോമീറ്റർ? 16. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ബാലപ്പോണിക്കുന്നുകൾ. ഏതെന്ന് ഉത്ഭവിക്കുന്നു? ബാലപ്പോണി. 16 കിലോമീറ്റർ ബാലപ്പോണിക്കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി വടക്കേറ്റത്തെ നദി എന്നറിയപ്പെടുന്നത് മഞ്ചേശ്വരം. അങ്ങനെയാണെങ്കിൽ തെക്കേറ്റത്തെ നദി നെയ്യാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും നീളം കുറഞ്ഞ രണ്ടാമത്തെ നദി അയിരൂർ പുഴ. ഏറ്റവും നീളം കുറഞ്ഞ രണ്ടാമത്തെ നദി അയിരൂർ പുഴ. എത്ര കിലോമീറ്റർ? 17 കിലോമീറ്റർ. എത്രയാണ്? 17 കിലോമീറ്റർ. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? കൊല്ലം ജില്ലയിലെ വിലങ്ങര എന്ന സ്ഥലത്ത് കൊല്ലം ജില്ലയിലെ വിലങ്ങര എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്നു. നടയറ കായലിൽ പതിക്കുന്നു. നടയറ കായലിൽ പതിക്കുന്നു. ഓർത്ത് വയ്ക്കണം, അയിരൂർ പുഴയുടെ നീളം 17 കിലോമീറ്റർ. കേരളത്തിലെ നദിയായിട്ട് കണക്കാക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ കൂടുതൽ വേണം? കേരളത്തിൽ 15 കിലോമീറ്റർ. എങ്കിൽ ഇന്ത്യയിലെ ദേശീയ നദിയായിട്ട് കണക്കാക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ കൂടുതൽ വേണം? കേരളത്തിലെ 100. കേരളത്തിന്റെ ദേശീയ നദിയാ? ഇന്ത്യയിലെ ദേശീയ നദിയായിട്ട് കണക്കാക്കാം. ഒരു നദിയായിട്ട് കണക്കാക്കാം. ഇന്ത്യയിലെ ഒരു നദിയായിട്ട് കണക്കാക്കാം 250 കിലോമീറ്റർ. ഓർത്ത് വെച്ചാൽ 250 കിലോമീറ്റർ. അപ്പൊ കേരളത്തിലെ ദേശീയ നദികളുടെ എണ്ണം
ഇല്ല. ഇല്ല. കേരളത്തിലെ ദേശീയ നദികളുടെ എണ്ണം ചോദിച്ചാൽ ഇല്ല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. അതിന് 244 കിലോ, 6 കിലോമീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിട്ട് ഒരു ദേശീയ നദിയായിട്ട് കണക്കാക്കായിരുന്നു. ഓക്കെ. അപ്പൊ കേരളത്തിലെ 100 കിലോമീറ്റർ കൂടുതലുള്ള നദികളുടെ എണ്ണം 11. കേരളത്തിൽ 100 കിലോമീറ്റർ കൂടുതലുള്ള നദികളുടെ എണ്ണം 11. കാസർഗോഡ് ജില്ലയിൽ ഒഴുകുന്ന നദികളുടെ എണ്ണം 12. അത് കണക്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ. അടുത്ത് വലിപ്പത്തിൽ രണ്ടാമതുള്ള നദി ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമല. ഭാരമുള്ള ആനയെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അടുത്ത് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. എന്നാൽ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന പെരിയാർ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. ഓക്കെ. തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പമ്പ. തിരുവിതാംകൂറിന്റെ ജീവരേഖ പമ്പ. ഭാരതപ്പുഴ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? നീള, പേരാർ, പൊന്നാനിപ്പുഴ. ഓക്കെ. നീള, പേരാർ, പൊന്നാനിപ്പുഴ. നീള, പേരാർ, പൊന്നാനിപ്പുഴ. ഓക്കെ. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ. ഓക്കെ. ചിറ്റൂര് പെരിയാർ അറിയപ്പെടുന്ന ഏതെല്ലാം? ശോകനാശിനി. കേരളത്തിൽ തെക്കേറ്റത്തെ നദി നെയ്യാർ. ഓക്കെ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് അങ്ങേ ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയതെന്ന് 1888. നെയ്യാർ നദീ തീരത്ത് നിന്നുള്ള കല്ലെടുത്തിട്ടാണ് നെയ്യാർ തീരത്താണ് ശിവപ്രതിഷ്ഠ നടത്തിയത്. എന്നാൽ ശിവപ്രതിഷ്ഠ ക്ഷേത്രം നിർമ്മിച്ച വർഷം 87. അതിനു മുമ്പ് ക്ഷേത്രം നിർമ്മിച്ചു. 88 എന്ത് ചെയ്തു? പ്രതിഷ്ഠ നടത്തി. ക്ലിയർ? ഓക്കെ. കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ നായകൻ എന്നറിയും വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഓക്കെ. ഓർത്ത് വയ്ക്കുക. ക്ലിയർ? നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാക്ക്. നവോത്ഥാനത്തിന്റെ പിതാവ് പെട്രാക്ക്. റെയിൽവേ ശൃംഖലയിലെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4-ാം സ്ഥാനമാണ്. റെയിൽവേ ശൃംഖലയിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4-ാം. അപ്പൊ ഏതൊക്കെയാണ് ആ 4 സ്ഥാനം? ആരൊക്കെയാണെന്ന് പറ. 1-ാം സ്ഥാനം ആരായിരിക്കും? അമേരിക്ക. 2-ാം സ്ഥാനം ചൈന. 3-ാം സ്ഥാനം റഷ്യ. 4-ാം സ്ഥാനം ഇന്ത്യ. അപ്പൊ ലോക രാജ്യങ്ങൾക്കിടയിൽ എന്തിൽ? അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ. ഓക്കെ അല്ലേ? റെയിൽവേ ശൃംഖലയിൽ ഇന്ത്യക്ക് ലോക രാജ്യങ്ങൾക്കിടയിൽ 4-ാം സ്ഥാനമാണ് റെയിൽവേ ശൃംഖല. അപ്പൊ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ എത്ര സ്ഥാനമായിരിക്കും? ഏഷ്യൻ രാജ്യം നമ്മൾ പറഞ്ഞ 2 ഉള്ളൂ, ഇന്ത്യ. അപ്പൊ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ 2-ാം സ്ഥാനമാണ് കേട്ടോ. 2-ാം സ്ഥാനം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ് കേട്ടോ. ഇന്ത്യൻ റെയിൽവേ. നദിയാണെങ്കിൽ കേരളത്തിന്റെ ആണെങ്കിൽ പെരിയാർ. ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനം ചോദിച്ചാൽ അത് ഇന്ത്യൻ റെയിൽവേ ആണ്. അപ്പൊ ഈ റെയിൽവേ ആക്ട് പാസ്സാക്കിയ വർഷം ഇതൊക്കെ പഠിക്കണം കേട്ടോ. റെയിൽവേ ആക്ട് പാസ്സാക്കിയ വർഷം എന്താണെന്ന് അറിയാമോ? 1890. അപ്പൊ റെയിൽവേ ആക്ട് പാസ്സാക്കിയ വർഷം എന്നാണ് 1890 ആണ്. റെയിൽവേ ബോർഡ് ആക്ട് 1890. ഇനി റെയിൽവേ ബോർഡ് എന്താണെന്ന് അറിയാമോ? റെയിൽവേ ബോർഡ് രൂപീകൃതമായത് 1905. റെയിൽവേ ബോർഡ്. അപ്പൊ റെയിൽവേ ആക്ട് 1890. റെയിൽവേ ബോർഡ് രൂപീകരിച്ചാണെങ്കിൽ 1905. അടുത്ത് നോക്കിയോ. ഇന്ത്യയിലെ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം. ഇന്റർനെറ്റ് വഴി ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം 2002. എല്ലാം അടുത്തുണ്ട് പറയല്ലേ. അപ്പോ ഇന്ത്യയിലെ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം ചോദിച്ചത് എന്നാണ്? 2002 ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എന്നാണ്? 853. മാസം കൂടി പറയാം. ഏപ്രിൽ 16. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഏപ്രിൽ 16 അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16. എവിടെ മുതൽ എവിടെ വരെയാണ്? മുംബൈ മുതൽ താനെ വരെയാണ്. ഓക്കെ. ഇനി തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത് എന്നറിയാമോ? തെക്കേ ഇന്ത്യ എന്നാണ്? 56 ജൂലൈ 1-നാണ്. 56 ജൂലൈ 1-നാണ്. 56. അപ്പൊ ഇന്ത്യയിലാണെങ്കിൽ 53-ലും 853-ലും ഏപ്രിൽ 16. ജൂലൈ 1. ജൂലൈ 1-നല്ലേ 1949 ജൂലൈ 1-നാണ് മറ്റേ ഇത് വന്നത്. തിരുക്കൊച്ചി സംയോജനം. അപ്പൊ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് 1856 ജൂലൈ 1-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഏതാണ്? മൗണ്ടൻ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ. നല്ല എവിടെ നിന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഡാർജിലിംഗ് ഹിമാലയാണ്
എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ചോദിച്ച ഏതാണ്? ഡാർജിലിംഗ് ഹിമാലയാണ്. ഡാർജിലിംഗ് ഹിമാലയാണ് മൗണ്ടൻ റെയിൽവേ. അതിന്റെ വർഷം അറിയാമോ? 881 1881. അപ്പോ ലോകരാജ്യങ്ങൾക്കിടെ റെയിൽവേ ശൃംഖല ഇന്ത്യയുടെ സ്ഥാനം 4. തെക്കേ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിലാണെങ്കിൽ 2ാം സ്ഥാനം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. പിന്നെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ചോദിച്ചാൽ അത് ഇന്ത്യൻ റെയിൽവേ ആണ്. റെയിൽവേ ആക്ട് പാസാക്കിയ വർഷം 1890. റെയിൽവേ ബോർഡ് രൂപീകൃതമായ വർഷം 1905. ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ചത് 2002. ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടി തുടങ്ങിയത് എന്നാണ്? 1853 ഏപ്രിൽ 16. എവിടെ മുതൽ എവിടെ വരെ? ബോംബെ മുതൽ താഴെ. എത്ര കിലോമീറ്റർ എന്നറിയാമോ? 34 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണ്? 34 കിലോമീറ്റർ ആണ്. തെക്കേ ഇന്ത്യയിൽ അപ്പൊ എന്നാണ്? തെക്കേ ഇന്ത്യയിൽ എന്നാണ് ഓടി തുടങ്ങിയത്? തെക്കേ ഇന്ത്യയിൽ 56 ജൂലൈ 1. ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ. ഇനി ആദ്യത്തെ മൗണ്ടൻ റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ ആണ്. വർഷം നമ്മൾ പറഞ്ഞല്ലോ 881. ഓക്കെ, ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ അറിയായിരിക്കും. ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിനാണ് ഫെയറി ക്യൂൻ. ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ അത് അല്ല, ന്യൂഡൽഹി റെവാരി, ഹരിയാന. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ആണ് ഡെക്കാൻ ക്യൂൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ചോദിച്ചാൽ ഡെക്കാൻ ക്യൂൻ ആണ് ആദ്യത്തെ ഇലക്ട്രിക് റെയിൽവേ. രാജധാനി എക്സ്പ്രസുകൾ സർവീസ് തുടങ്ങിയത് എന്നാണ്? രാജധാനി നമ്മുടെ ഇവിടെ ISR രൂപീകരിച്ചപ്പോഴാണ്. 1969 ഓഗസ്റ്റ് 15 ISR. അപ്പോൾ ഈ രാജധാനി എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് തുടങ്ങിയത് 1969 കേട്ടോ. രാജധാനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കൻ ട്രെയിൻ സർവീസ് നടത്തിയത് എവിടെ മുതൽ വരെയാണ്? ഡബിൾ ഡെക്കർ. അത് ബോംബെ പൂനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് നടത്തിയത് എവിടെയാണ്? ബോംബെ പൂനെ. 1978 ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് നടത്തിയത്. എവിടെ മുതൽ എവിടെ വരെയാണ്? ബോംബെ മുതൽ പൂനെ വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യം? ജപ്പാൻ. ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകിയ രാജ്യമാണ് ജപ്പാൻ. ഇൻഡോ ജപ്പാൻ ഉടമ്പടി പ്രകാരം ഹൈ സ്പീഡ് റെയിൽവേ നിലവിൽ വരുന്നത് മുംബൈ അഹമ്മദാബാദിലാണ് വന്നത് കേട്ടോ. മുംബൈ അഹമ്മദാബാദിലാണ് ഇൻഡോ ജപ്പാൻ ഉടമ്പടി പ്രകാരം ഹൈ സ്പീഡ് റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈ അഹമ്മദാബാദ്. ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണെന്ന് അറിയാമോ? അടുത്ത കാലത്താണ്. 2017 സെപ്റ്റംബർ 14 സെപ്റ്റംബർ 14 ഈ ബുള്ളറ്റ് ട്രെയിൻ സെപ്റ്റംബർ 14 ബുള്ളറ്റ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത് ഇതിനെ സഹായിച്ചത് ഏത് രാജ്യമാണ്? ജപ്പാനാണ് സഹായിച്ചത്. ബുള്ളറ്റ് ട്രെയിനിന്റെ ശരാശരി വേഗത എത്രയാണെന്ന് അറിയാമോ? 260. നമ്മൾ നേരത്തെ ഒരു സംഖ്യ ഇവിടെ പറഞ്ഞു. ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ 250. അപ്പൊ 250 km/h ആണ് ബുള്ളറ്റ് ട്രെയിനിന്റെ ശരാശരി വേഗത. ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയില് അവിടുത്തെ 640 കിലോമീറ്റർ. ഇവിടെ അത് പറ്റൂലേ? അപ്പൊ ബുള്ളറ്റ് ട്രെയിനിന്റെ ശരാശരി വേഗത എത്രയാണ്? 250 km/h. വളഞ്ഞതാണ്. അതാണല്ലേ. സ്ട്രെയിറ്റ് ആണെങ്കിൽ കൊല്ലത്ത് കണ്ടിട്ടില്ല ഇങ്ങനെ തിരിഞ്ഞ് കൊറേ ടൈം എടുത്ത്. 160 കിലോമീറ്റർ അല്ലേ? 160 കുറച്ചും കൂടെ സ്പീഡ്. ഈ ട്രാക്ക് നേരെ ആയിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ സമയത്തിന് എത്താൻ പറ്റും. മറ്റേ പ്രോജക്ട് ഇപ്പൊ പുതിയതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോ ഭാഗ്യം ഉണ്ടെങ്കിൽ 15 ദിവസത്തിനകത്ത് അറിയാം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ഏതാണ്? വിവേക് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ചോദിച്ചാൽ വിവേക് എക്സ്പ്രസ് ആണ്. ഏറ്റവും അതിലല്ലേ ഭയങ്കര പരാതി. അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫുള്ളും ഈ നോർത്ത് ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യൻസ് ആണ് കൂടുതലും വരുന്നത്. അവര്
എല്ലാം അതിനകത്ത് തന്നെ പരിപാടികൾ. അതുകൊണ്ട് ഭയങ്കര വൃത്തികേടാണ്. അതായത് വീഡിയോ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് ആണ് വിവേക് എക്സ്പ്രസ്. വിവേക് എക്സ്പ്രസ് തുടങ്ങിയത് എന്നാണെന്ന് അറിയാമോ? 2011 വിവേക് എക്സ്പ്രസ് തുടങ്ങിയതെന്നാണ് 2011. ഇനി ഏറ്റവും അധികം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന തീവണ്ടി ഏതാണ്? ഏറ്റവും അധികം മംഗലാപുരം ജമ്മു താവി നവയുങ് എക്സ്പ്രസ് ആണ് കേട്ടോ. മംഗലാപുരം ജമ്മു താവി നവയുങ് എക്സ്പ്രസ് 14 സംസ്ഥാനങ്ങളിലൂടെ പോകുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നത് മംഗലാപുരം ജമ്മു താവി നവയുങ് എക്സ്പ്രസ് ആണ്. എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ കോടതി, ഏറ്റവും ഉയർന്ന കോടതി സുപ്രീം കോടതി, അതിന്റെ താഴെ ഹൈക്കോടതി, അതിന്റെ താഴെ ജില്ലാ കോടതി, അതിന്റെ താഴെ കീഴ്ക്കോടതി. ഈ കീഴ്ക്കോടതി എന്ന് പറയുമ്പോഴേ നമ്മുടെ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും താഴെ തട്ടിലുള്ള മുനിസിപ്പൽ ക്രിമിനൽ കേസുകൾ നമ്മളെ മജിസ്ട്രേറ്റിൽ ഹാജരാക്കി എന്നാണ് പറയുന്നത്. പ്രതികൾ മജിസ്ട്രേറ്റ്. ഇപ്പൊ മുനിസിപ്പൽ എന്താണ്? സിവിൽ കേസ്. അപ്പൊ സിവിൽ കേസുകൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള കോടതിയാണ് ക്രിമിനൽ കേസ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം സുപ്രീം കോടതി. ഈ സുപ്രീം കോടതിയുടെ വിധികൾ എന്താണ്? താഴെ തട്ടിലുള്ള എല്ലാ കോടതികൾക്കും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി ആർക്ക് തന്നെ പുനഃപരിശോധിക്കാം. അതിന്റെ ഡിവിഷൻ ബെഞ്ചുകൾക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ എങ്ങനെയുള്ള സിസ്റ്റമാണ്? അതായത് ഒറ്റ സംവിധാനത്തിൽ പരസ്പരം കണക്ട് ചെയ്ത് എങ്ങനെ പറയാം? സിംഗിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ്. എങ്ങനെ പറയാം? സിംഗിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് ഒരു ആക്ടിന്റെ പിൻബലത്തിലാണ്. ഏത് ആക്ട് പ്രകാരമാണ്? ഈ സിംഗിൾ ആൻഡ് സുപ്രീം കോടതി, അതിന് താഴെ കീഴ്ക്കോടതികൾ, ഇങ്ങനെ വരുന്ന ഒരു സിസ്റ്റം ഇതായിരിക്കും. സുപ്രീം കോടതി നിലവിൽ വന്നേക്ക് അറിയാലോ. അപ്പൊ അതിന് മുമ്പ് വന്ന ആക്ട് ഏതായിരിക്കും? ആ സമയത്തിന് 35 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. അതിൽ നിന്നാണ് ഏത് ആശയം വന്നത്? സിംഗിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് അല്ലേ? ആ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പിന്നീട് ഒരു കോടതി വന്നു അല്ലെ? ഫെഡറൽ കോടതി. ഏത് വർഷം? 1937 ഫെഡറൽ കോടതി. ഈ ഫെഡറൽ കോടതികളുടെ ആസ്ഥാനം എവിടെയാണ്? കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി അല്ലേ? ഫസ്റ്റ് കോടതി ഇത് സുപ്രീം കോടതി സ്ഥാപിക്കുന്ന കൊൽക്കത്തയല്ലേ? സുപ്രീം കോടതി സ്ഥാപിക്കുന്ന എവിടെ? ന്യൂഡൽഹിയിൽ. സുപ്രീം കോടതി നിലവിൽ വന്ന 1950. ഈ 35 നിയമപ്രകാരം 37 കുറെ കോടതികൾ വരുന്നു അല്ലേ? അതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി അല്ലേ? ശരി. ഇനി നമ്മുടെ കോടതികൾ സ്വതന്ത്ര പദവിയുള്ള സ്ഥാപനങ്ങളാണ് അല്ലെ? അതിനെങ്ങനെ പറയാം? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി അല്ലെ? സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെ? നമ്മുടെ എക്സിക്യൂട്ടീവ്, അതായത് ഭരണ നിർവഹണ വിഭാഗം കോടതി കാര്യങ്ങൾ കൈകടത്താൻ പറ്റുമോ? പറ്റത്തില്ല ഇല്ലേ? അപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥ എങ്ങനത്തെയാണ്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഈ ഒരു ആശയം ഏത് രാജ്യത്തിൽ നിന്ന്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന ആശയം അമേരിക്ക. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? അമേരിക്ക. നമ്മുടെ കോടതികളുടെ മറ്റൊരു പ്രത്യേകത റൂൾ ഓഫ് ലോ, നിയമവാഴ്ച അല്ലെ? നിയമവാഴ്ച. ഈ ഒരു ആശയം ബ്രിട്ടൻ. നമ്മുടെ ആർട്ടിക്കിൾ 14 രണ്ട് കാര്യങ്ങൾ അല്ലെ? നിയമത്തിന് മുന്നിലുള്ള സമത്വം, നിയമം വഴി തുല്യ സംരക്ഷണം അല്ലെ? ഒന്നെന്താ പറഞ്ഞേ? ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഒന്നുകൂടെ പറയാം. ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ഈ ഈക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമാനമാണ് അല്ലെ? ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? ബ്രിട്ടൻ. ഈക്വാലിറ്റി ബിഫോർ ലോ എവിടെ നിന്ന് കടമെടുത്തു? ഇനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അതെവിടെ നിന്ന് കടമെടുത്തത്? അമേരിക്ക. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം കടമെടുത്തത് അമേരിക്ക. റൂൾ ഓഫ് ലോ ബ്രിട്ടൻ. ഈക്വാലിറ്റി ബിഫോർ ലോ ബ്രിട്ടൻ. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് അമേരിക്ക. അപ്പൊ നിയമത്തിന് മുന്നിലുള്ള സമത്വം എന്ന് വെച്ചാൽ എന്താ? അപ്പൊ നിയമം വഴി തുല്യ സംരക്ഷണം, എല്ലാവർക്കും. അതായത് ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണങ്ങളല്ലേ? സ്ത്രീക്ക് ഒരു സംരക്ഷണങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? നിയമം വഴി സംരക്ഷിച്ചിരിക്കുന്നു അല്ലെ? റൂൾ ഓഫ് ലോ എന്താ? നിയമവാഴ്ച. ഈ റൂൾ ഓഫ് ലോയും ഈക്വാലിറ്റി ബിഫോർ ലോ ഏകദേശം ഒരേ ആശയം.
ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് വെച്ചാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാര്. റൂൾ ഓഫ് ലോ എന്ന് വെച്ചാൽ നിയമത്തിന് ആരും അതീതരല്ല. അതീതരല്ല, എല്ലാവരും എല്ലാവരും നിയമത്തിന് നിയമത്തിന് താഴെയാണ്. രണ്ടും ഏകദേശം ഒരേ ആശയമായിരിക്കും, നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ റൂൾ ഓഫ് ലോ എന്ന് വെച്ചാൽ എല്ലാവരും നിയമത്തിന് താഴെയാണ്. ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് വെച്ചാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നമ്മളെ സുപ്രീം കോടതി നിലവിൽ വന്നു പറഞ്ഞു അല്ലേ? എന്നാ 1950 ജനുവരി 28 അല്ലെ? നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം. അപ്പൊ ഭരണഘടന നിലവിൽ വന്നപ്പോഴാണ് സുപ്രീം കോടതിയും ഉണ്ടായത്. പക്ഷെ സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്തതാണ് 3 ദിവസം കഴിഞ്ഞ് അല്ലേ? 1950 ജനുവരി 26 ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. 28 എന്ത് ചെയ്തു? സുപ്രീം കോടതി ഉദ്ഘാടനം ചെയ്തു അല്ലെ? ഇനി സുപ്രീം കോടതിയുടെ മുൻഗാമി അതാണ് ഫെഡറൽ കോടതി. ഫെഡറൽ കോടതി. സുപ്രീം കോടതി മുൻഗാമി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ 37 വന്ന ഫെഡറൽ കോടതി അല്ലെ? അപ്പൊ ഈ സുപ്രീം കോടതി നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പ് അതുവരെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഏതാണെന്ന് ചോദിക്കും. അവിടെയാണ് നമുക്ക് തെറ്റുന്നത് കേട്ടോ. ഈ സുപ്രീം കോടതിക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയർന്ന ഏതാ നീതിപീഠം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ കേട്ടോ. ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ. അവിടെ ഒരു തെറ്റ് വരും. അപ്പൊ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്ന് ചോദിച്ചാൽ ഫെഡറൽ കോടതി. സുപ്രീം കോടതിക്ക് മുന്നിൽ ഇന്ത്യക്ക് മുൻപേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയർന്ന നീതിപീഠം ഏതെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ. ഏതാണ്? ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ. ഓക്കെ. ഇനി സുപ്രീം കോടതിയുടെ ആസ്ഥാനം സുപ്രീം കോടതിയുടെ ആസ്ഥാനം ആ റോഡിന് ഒരു പേരുണ്ടല്ലോ. സുപ്രീം കോടതി ആസ്ഥാനം ആ റോഡ് തിലക് മാർഗ്. അതാണ് തിലക് മാർഗ്. അപ്പൊ തിലക് മാർഗ് ന്യൂഡൽഹി ഏതിന്റെ ആസ്ഥാനമാണെന്ന് സുപ്രീം കോടതി. ഇനി സുപ്രീം കോടതിയുടെ ആസ്ഥാനം മാറ്റാൻ പറ്റും? എങ്ങനെ പറ്റും? ആരാണ് മാറ്റുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മാറ്റുന്നത്. ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആരുടെ അനുമതിയോട് കൂടി മാത്രം? അതറിയാം, രാഷ്ട്രപതിയുടെ അനുമതിയോട് കൂടി ആർക്ക് മാറ്റാം? സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, സുപ്രീം കോടതിയുടെ പിൻകോഡ്. അന്നത്തെ ഉത്തരം വേറെയാണ്, ഇന്നത്തെ ഉത്തരം ഇപ്പൊ പുതിയതാണ്. 11-301 11-301 സുപ്രീം കോടതിയുടെ പിൻകോഡ് ചോദിച്ചാൽ 11-301. 1-2 വട്ടം എഴുതി നോക്കണം, അതിനെ കിട്ടുള്ളൂ കേട്ടോ. ഇനി സുപ്രീം കോടതിക്ക് ഒരു ആപ്തവാക്യമുണ്ട്. എവിടെ സത്യമുണ്ടോ അവിടെ വിജയം. ഏതോ ധർമ്മ തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടോ. എന്താണ്? ഏതോ ധർമ്മ തതോ ജയ അല്ലെ? സുപ്രീം കോടതിയിൽ ഒരു ശില്പം ഉണ്ടല്ലോ, സുപ്രീം കോടതി പ്രതിനിധീകരിക്കുന്ന ശില്പം അമ്മയും കുഞ്ഞും. അതാണ് അമ്മയും കുഞ്ഞും. സുപ്രീം കോടതിയിൽ കാണുന്ന ശില്പം ഏതെന്ന് വെച്ചാൽ അമ്മയും കുഞ്ഞും. ഇനി സുപ്രീം കോടതിയിൽ ആദ്യം നിലവിൽ വന്നപ്പോഴുള്ള ജഡ്ജിമാര് 8 ഇപ്പൊ എത്ര പേരുണ്ട്? 38 പേര്. തൊട്ട് മുമ്പ് വരെ 34. അടുത്തിടയ്ക്ക് എത്ര പേരാക്കി? 38 വരെ ആക്കി. ഈ സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതി. എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? സുപ്രീം കോടതി ജഡ്ജിയെ തിരഞ്ഞെടുക്കുന്നതിന് ഒരു സംവിധാനം ഉണ്ടല്ലോ, കൊളീജിയം. കൊളീജിയം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും മറ്റു മുതിർന്ന 4 ജഡ്ജിമാരും ചേർന്നാണ് ആര്? കൊളീജിയം. അവരെന്ത് ചെയ്യുന്നു? ജഡ്ജിമാരെ തിരഞ്ഞെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുന്നു. ആ ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചാണ് എങ്ങനെയായിരുന്ന സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് എന്താണ്? സുപ്രീം കോടതിക്ക് ജഡ്ജിക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന യോഗ്യത ഇന്ത്യൻ പൗരൻ. ഒന്ന് ഇന്ത്യൻ പൗരനാണ്. ഇത് ഹൈക്കോടതികളിൽ ഇത്ര വർഷത്തെ സർവീസ്. ഹൈക്കോടതിയില് 5 വർഷം ജഡ്ജിയായിട്ട് ഹൈക്കോടതിയില് 5 വർഷം ജഡ്ജിയായിട്ട് സേവനമനുഷ്ഠിച്ചു. ഇനി ജഡ്ജി ആയിട്ടില്ല, 10 വർഷം വക്കീലായിട്ട് സേവനമനുഷ്ഠിച്ചു. ഒന്നേ 5 വർഷം ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരിക്കണം, രണ്ടാമതാണ് 10 വർഷം വക്കീലായി. അപ്പൊ സുപ്രീം കോടതി ജഡ്ജി ആവാൻ 2 എണ്ണം പറഞ്ഞു അല്ലെ? ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം, 2 ഹൈക്കോടതിയിലെ 5 വർഷം ജഡ്ജി അല്ലെങ്കിൽ 10 വർഷം വക്കീലായിരിക്കണം. അതും 2 ആയില്ല, അത് 2 ഇല്ല. പിന്നെ എങ്ങനെയാ? രാഷ്ട്രപതിയുടെ കണ്ണിലെ ഒരു നിയമജ്ഞനായിരുന്നു. രാഷ്ട്രപതിയുടെ കണ്ണില് ഇയാൾ എന്ത് ചെയ്യണം? ഒരു നിയമജ്ഞനായിരിക്കണം എങ്കിൽ നിയമിക്കുക അല്ലെ? ഒന്നാമത് ഇന്ത്യൻ പൗരനായിരിക്കണം, പിന്നെ ഈ മൂന്നാമത് പറഞ്ഞ ക്ലോസുകളിൽ ഏതെങ്കിലും ഒന്ന് ആയാലും മതി. ഇനി സുപ്രീം കോടതി ജഡ്ജി ആവാൻ കുറഞ്ഞത് എത്ര പ്രായം വേണം? 30 വയസ്സ്. അങ്ങനെ ഒരു കുറഞ്ഞ പ്രായം ഇല്ല, ഭരണഘടനയെ പറയുന്നില്ല.
സുപ്രീം കോടതി ജഡ്ജിയാവാൻ കുറഞ്ഞ പ്രായം എത്ര? ഇല്ല. ഭരണഘടനയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എത്ര പ്രായം വരെ സുപ്രീം കോടതിയിൽ സർവീസിൽ തുടരാം? 65 വയസ്സ് വരെ സർവീസ് വരെ. എത്ര വർഷം വരെ? 65 വയസ്സ് വരെ സർവീസ്. ഇനി അത് ഹൈക്കോടതിയുടെ കാര്യം വരെ 62 വയസ്സ് വരെ. ഹൈക്കോടതി എത്ര വരെ സർവീസ് തുടരാം? 65 വയസ്സ് വരെ അല്ലെ? 62. ശരി. ഇനി സുപ്രീം കോടതി ജഡ്ജിക്ക് സത്യവാചകം ചൊല്ലി കൊടുക്കുന്നതാണ്. അല്ല, പ്രസിഡന്റ്. സുപ്രീം കോടതി ജഡ്ജിക്ക് സത്യവാചകം ചൊല്ലി കൊടുക്കുന്നവരാണ് പ്രസിഡന്റ്. ഈ സത്യവാചകത്തെ പറ്റി പറയുന്ന ഒരു ഷെഡ്യൂൾ ഉണ്ടല്ലോ, ഭരണഘടനാ ഭാഗം ഷെഡ്യൂൾ 3-ലാണ് ഈ ജഡ്ജി ഇവരെയൊക്കെ, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള സത്യപ്രതിജ്ഞ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ഷെഡ്യൂൾ 3-ലാണ്. ഭരണഘടനയുടെ ഷെഡ്യൂൾ 3-ലാണ് പറയുന്നത്. ഓക്കെ. സുപ്രീം കോടതിയുടെ വിരമിക്കൽ പ്രായം 65. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഭരണഘടനയുടെ 124(2) പ്രകാരം സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? അങ്ങനെയാണ് ചോദിച്ചത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വലുതായിട്ട് കടുത്തില്ല അല്ലേ? 65 വയസ്സ് നേരം. ഇത് തിരിച്ചായിരുന്നെങ്കിലാ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരുടെ പ്രായം 65 നിശ്ചയിച്ച ഭരണഘടന ആർട്ടിക്കിൾ 124(2). സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന എങ്ങനെയാ? നീക്കം ചെയ്യുന്ന ആരാ? രാഷ്ട്രപതി. നീക്കം ചെയ്യുന്ന ആരെന്ന് വെച്ചാൽ അതിനൊരു പ്രോസസ് ഉണ്ട്. ഇംപീച്ച്മെന്റ്. എന്താണ് ഇംപീച്ച്മെന്റ്? ഇങ്ങനെ ജഡ്ജിയെ നീക്കം ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ട് കേട്ടോ, ജസ്റ്റിസ് എൻക്വയറി ആക്ട് 1968. 1968 ജസ്റ്റിസ് എൻക്വയറി ആക്ട് പ്രകാരമാണ് ആരെ നീക്കം ചെയ്യുന്നത്? സുപ്രീം കോടതി ജഡ്ജിമാരെ. എങ്ങനെ? ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ്. അതായത് നമ്മളെ ലോക്സഭയിലോ രാജ്യസഭയിലോ എന്ത് ചെയ്യണം? അപേക്ഷ കൊടുക്കണം അല്ലെ? ലോക്സഭയിലാണെങ്കിൽ 100 പേരും രാജ്യസഭയിലാണെങ്കിൽ 50 പേരും ഒപ്പിട്ട് എന്ത് ചെയ്യണം? അപേക്ഷ കൊടുക്കണം. ഇംപീച്ച്മെന്റിന് അപേക്ഷ കൊടുക്കണം. ഇത് അവിടുത്തെ എന്താണ് അധ്യക്ഷൻ അംഗീകരിക്കുകയാണെങ്കിൽ ഒരു കമ്മിറ്റി വയ്ക്കും. ആ കമ്മിറ്റിയിൽ 3 പേരുണ്ടാവും കേട്ടോ. അവരെന്ത് ചെയ്യുന്നു? അവര് പഠിച്ച് ഈ ജഡ്ജി കുറ്റക്കാരനാണെന്ന് ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നു അല്ലെ? അതിനുശേഷമാണ് ലോക്സഭയിലോ രാജ്യസഭയിലോ എന്താണ് ഭൂരിപക്ഷം ഇംപീച്ച്മെന്റ് നടപടി തുടങ്ങുന്നത്. അതിൽ 3/2 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാകും. പിന്നെ ആകെ അംഗങ്ങളെ 50% പേരും അതിൽ അനുകൂലിച്ചിരിക്കണം. 1/2 ഭൂരിപക്ഷം മാത്രം പോരാ, ആകെ അംഗങ്ങളിൽ 50% അനുകൂലിച്ച് വോട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ നിലവില് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ല ജഡ്ജിമാർ എത്ര വരെ എണ്ണം ആവാം? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 38 പേരാണ്. സുപ്രീം കോടതിക്ക് ഒരു പിൻകോഡ് ഉണ്ട് 11-301. സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. തിലക് മാർഗ് അല്ലെ? നിയമിക്കുന്നത് രാഷ്ട്രപതി. നീക്കം ചെയ്യുന്നത് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതി അല്ലെ? കുറഞ്ഞ പ്രായം കൂടിയ പ്രായം 65 വയസ്സ് അല്ലെ? അപ്പൊ റൂൾ ഓഫ് ലോ എവിടെ നിന്ന് കടമെടുത്തു? ബ്രിട്ടൻ അല്ലെ? ഈക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് അമേരിക്ക. അപ്പൊ നമ്മളെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അമേരിക്ക. കുറച്ച് കഴിഞ്ഞാൽ അടുത്ത് പറയാം. ഓക്കേ. നിളയുടെ കഥാകാരൻ MT. നിളയുടെ കഥാകാരൻ നിളയുടെ കവി പി കുഞ്ഞിരാമൻ. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ആദ്യകാലങ്ങൾ പമ്പ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബാരിസ്. ആദ്യകാലങ്ങളിൽ എന്താ അറിയപ്പെടുന്നു? ബാരിസ്. എന്തെന്നറിയപ്പെടും? ദക്ഷിണ ഭഗീരഥി. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയുടെ താനം കുട്ടനാട് ഏത് ജില്ല? ആലപ്പുഴ. ഓക്കെ. കടലിൽ നിന്ന് താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? കുട്ടനാട് എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദു മത സമ്മേളനം നടക്കുന്നത് പമ്പാ നദിയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടം പെരുന്തേനരുവി. ഏത് ജില്ലയാണ് പെരുന്തേനരുവി? പത്തനംതിട്ട. പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയാണ്? പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിലാണ്? കല്ലടയാർ. ഓക്കെ. പാലരുവി വെള്ളച്ചാട്ടം ഈ കല്ലടയാർ എവിടെ? കൊല്ലം. കല്ലടയാർ കൊല്ലം. വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള നദി ചാലിയാർ. വലിപ്പത്തിൽ 4-ാം സ്ഥാനത്തുള്ള നദി ചാലിയാറിന്റെ നീളം 169 കിലോമീറ്റർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്നത് ചാലിയാർ. നിലമ്പൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദി
അറിയപ്പെടുന്ന ചാലിയ. ചാലിയ. നിലമ്പൂർ കാട്ടിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയ. എന്നോട് പറയാം. ഇലയുടെ കവിതാകാരൻ എം ഡി വാസുദേവൻ നായർ. ഇലയുടെ കവി പി കുഞ്ഞിരാമൻ. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള നദി പമ്പയുടെ നീളം 176 കിലോമീറ്റർ. ആദ്യകാലത്തിൽ പമ്പ അറിയപ്പെടുന്നത് ബാരിസ്. എന്ത് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നു. പമ്പയുടെ ദാനമാണ് കുട്ടനാട്. ഓക്കെ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം മാരാമൺ കൺവെൻഷൻ.